हाँ तुम लोग चाय पी के जाओ जाओ जाओ। हाँ जी वो പുറത്തേക്ക് പോ നിങ്ങൾ വാ. അവിടെ കുഴപ്പമൊന്നും ഉണ്ടായില്ലല്ലോ? ഇല്ല സർ, എല്ലാം സെറ്റാണ്. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം. നിങ്ങൾ നേരെ മറൈൻ ഡ്രൈവിലേക്ക് ചെല്ലണം. പാലത്തിനടുത്തുള്ള പേ ആൻഡ് പാർക്കിൽ നിങ്ങൾക്കുള്ള വണ്ടി ഉണ്ടാവും. KL7Q7315 ഡാർക്ക് ഗ്രേ കളർ ടാറ്റ സുമോ. എൻട്രൻസിന് മുന്നിലെ അത്തർ കച്ചവടക്കാരൻ്റെ കയ്യിൽ നിന്ന് വണ്ടിയുടെ ചാവി കിട്ടും. പേടിക്കണ്ട, അബു എന്നാണ് അയാളുടെ പേര്. വിശ്വസ്തനാണ്. കാറിൻ്റെ പിൻസീറ്റിന് താഴെ 2 ഡിറ്റനേറ്ററുകൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. 2 ബോംബും സെൽഫോൺ വെച്ച് ഓപ്പറേറ്റ് ചെയ്യാവുന്നതാണ്. സെൽഫോണും അതിലിടാനുള്ള സിം കാർഡും വണ്ടിയിൽ തന്നെ ഉണ്ട്. മൊബൈൽ ഫോൺ വൈബ്രേറ്റർ മോഡിലാക്കിയിട്ട് വേണം ബോംബിൽ സെറ്റ് ചെയ്യാൻ. വൈബ്രേറ്ററിൽ നിന്നുള്ള കറണ്ടാണ് ബ്ലാസ്റ്റിനുള്ള ഇഗ്നിഷൻ. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഓപ്പറേഷന് തൊട്ട് മുമ്പ് മാത്രമേ ഡിറ്റനേറ്റർ ആക്ടിവേറ്റ് ചെയ്യാൻ പാടുള്ളൂ. ആരാ സെറ്റ് ചെയ്യുന്നത്? ഇവനറിയാം സർ. പിന്നെ നിങ്ങളുടെ മൊബൈലിലും സിം കാർഡിലും ഒരു കോണ്ടാക്റ്റും സേവ് ചെയ്യരുത്. കോൾ ഹിസ്റ്ററി എപ്പോഴും എംപ്റ്റി ആയിരിക്കണം. അങ്ങനെ ആകുമ്പോൾ ഒരാൾ പിടിക്കപ്പെട്ടാലും ബാക്കിയുള്ളവരിലേക്ക് പോലീസിന് പെട്ടെന്ന് എത്താൻ കഴിയില്ല. മിഷൻ തീരുന്നത് വരെ എല്ലാ കമ്മ്യൂണിക്കേഷനും വാട്സാപ്പ് വഴി മതി. മിഷൻ കഴിഞ്ഞ് നിങ്ങൾ നേരെ വൈപ്പിൻ ഹാർബറിലെത്തണം. അവിടുന്ന് ജയ്ഹിന്ദ് എന്ന ട്രോളറിൽ നിങ്ങൾക്ക് സിറ്റി വിടാം. എല്ലാം നല്ലപടി നടത്താൻ അവൻ കനിയട്ടെ. ജയ് ജിഹാദ്, ജയ് ജിഹാദ്, ജയ് ജിഹാദ്. ത്രോട്ട് ഇൻഫെക്ഷൻ. ദുർഗ എന്തൊക്കെയാണ് പറയുന്നേ? മുझे कुछ समझा नहीं. നമ്മുടെ മോൻ ജനിച്ചത് തീവ്രവാദികളുടെ പണം കൊണ്ടാ. ബാപ്രേ. അതെ ശീതൾ, മുംബൈയിൽ നടന്നവർ ഇവിടെ നടക്കും. അതിന് വന്നവരവർ, എനിക്കുറപ്പാ. നമ്മളിപ്പോ എന്ത് ചെയ്യും ദുർഗ? പോലീസിൽ പറഞ്ഞാലോ? നന്നായി. തീവ്രവാദത്തിന് സഹായിച്ചെന്ന് പറഞ്ഞ അവരാദ്യം എന്നെ പിടിച്ചകത്താക്കും. ചിലപ്പോൾ കുറ്റം മുഴുവൻ എൻ്റെ തലയിൽ കെട്ടിവെക്കും. നമുക്ക് വേണ്ടി ചോദിക്കാനായിട്ട് ഈ നാട്ടിൽ ആരും കാണില്ല. പിന്നെ നമ്മൾ എന്ത് ചെയ്യും ദുർഗ? എനിക്കറിയില്ല. 17 പേരാ മുംബൈയിൽ സ്ഫോടനത്തിൽ മരിച്ചത്. കൈയും കാലും ഒക്കെ പോയവർ വേറെ. ഓ, ടി വി കണ്ട ആ കാഴ്ച അഭി ഭി മേരെ ആँखों के सामने है. ജാർഖണ്ഡിൽ നിന്ന് വന്ന നമുക്ക് അഭയം തന്ന നാടായത്. ഈ നാട്ടിലാണ് നമുക്കൊരു ജീവിതം ഉണ്ടായത്. നമ്മുടെ മകൻ ജീവിച്ചു തുടങ്ങുന്നത് ഈ നാട്ടിന്റെ ജീവൻ എടുത്തുകൊണ്ടാകരുത്. ഇവന് വേണ്ടി എനിക്ക് അവരെ തടയണം. ജാओ ദുർഗ. It's really hot today, huh? That's right. I'm exhausted. It's been so long. Yeah.
Fort Cochin, Shipyard, MG Road, Marine Drive. So what do you want to do next? Stop! Give us our map back! ഫോൺ പഴയ തീവ്രവാദി എന്നല്ലേ പറഞ്ഞ ബായി? വയസ്സായ നമ്മുടെ ഗതി തന്നെയല്ലേ ബായി? കാറിന്റെ പിൻസീറ്റിന് താഴെ 2 ഡിറ്റനേറ്ററുകൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഇവിടെയാണ് അവരെ കണ്ടത്, ബ്രോഡ്വേ. CM വരുന്നതുകൊണ്ട് MG റോഡ് ബ്ലോക്കാണ്. TD റോഡ് വഴി കട്ട് ചെയ്ത് കയറി 15 മിനിറ്റിനുള്ളിൽ സ്ഥലത്തെത്താം. TD റോഡ് വഴി 15 മിനിറ്റിൽ എവിടെയാണ് എത്തുന്നത്? ചിൽഡ്രൻസ് പാർക്ക്, ശ്രീലക്ഷ്മി ഹോസ്പിറ്റൽ, കോർപ്പറേഷൻ ഓഫീസ്. ആദ്യം ഡോക്ടറെ കാണാം, അത് കഴിഞ്ഞ് ഷോപ്പിംഗ്. ശ്രീലക്ഷ്മി ഹോസ്പിറ്റൽ. ആദ്യം ഡോക്ടറെ കാണാം. ശ്രീലക്ഷ്മി ഹോസ്പിറ്റൽ. Hey, look there. ഹലോ, നമസ്കാരം. പോലീസ് കൺട്രോൾ റൂം. സാറേ, ശ്രീലക്ഷ്മി ഹോസ്പിറ്റലിൽ ബോംബ് വെച്ചിട്ടുണ്ട്. നിങ്ങൾ ആരാണ്? എവിടുന്നാണ്? ഹലോ, ബോംബ് വെച്ചെന്നുള്ള ഇൻഫർമേഷൻ നിങ്ങൾക്ക് എവിടുന്നാണ് കിട്ടിയത്? ഹലോ ഹലോ, നിങ്ങൾ ആരാണ്? ഹലോ, ആരാ? ശരി അമ്മായി, ഞാൻ പിന്നെ വിളിക്കാം. അമ്മായിയോ? നമസ്കാരം, പോലീസ് കൺട്രോൾ റൂം. ഹലോ സാറേ, ഇത് ഞാനാ. നേരത്തെ ലക്ഷ്മി ഹോസ്പിറ്റലിൽ ബോംബ് വെച്ചെന്ന് പറഞ്ഞ മോനെ. സാറേ, ഞാൻ ശരിക്കും പറഞ്ഞ വാക്ക് നീ വേണ്ടിയാൽ അവിടെ വന്ന് ഞാൻ പൊക്കും.